വിശദമായ വാർത്തയിലേക്കാണ്. 5 സംസ്ഥാനങ്ങളിലെ എക്സിറ്റ് പോളുകൾ പുറത്ത്. കേരളത്തിൽ UDF-നാണ് സർവേകളിൽ മുൻതൂക്കം. അസമിൽ BJP ഭരണം നിലനിർത്തും. ബംഗാൾ BJP പിടിക്കുമെന്നും സർവേകൾ പറയുന്നു. PMARC-ന്റെ സർവേ അനുസരിച്ച് UDF-ന് കേരളത്തിൽ 72 മുതൽ 79 വരെ സീറ്റ് ലഭിക്കും. ടൈംസ് നൗവിന്റെ എക്സിറ്റ് പോൾ അനുസരിച്ച് UDF 78 മുതൽ 85 സീറ്റ് വരെ നേടും. ശ്രീജിത്തുണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, എന്തായാലും സർവേ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ കേരളം UDF-നൊപ്പമെന്ന മുൻതൂക്കമാണ് സർവേകൾ പ്രവചിക്കുന്നത്. 4 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തും തിരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങളാണ് പുറത്തു വന്നത്. അത് കേരളം പരിശോധിക്കുകയാണെങ്കിൽ 9 സർവേകളാണ് നിലവിൽ കേരളവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നത്. ഇതിൽ 9ലും ഒറ്റക്കെട്ടായി തന്നെ പറയുന്നത് UDF അധികാരത്തിൽ വരുമെന്നാണ്, കേരളത്തിൽ ഭരണമാറ്റം സംഭവിക്കുമെന്നാണ് ഈ സർവേകൾ സൂചിപ്പിക്കുന്നത്. LDF-ന് വലിയ പ്രതിസന്ധിയിലേക്ക് പോകും, തകർച്ചയിലേക്ക് പോകുമെന്നും ഈ സർവേകൾ പ്രവചിക്കുന്നുണ്ട്. എല്ലാ സർവേകളും 71 മുതൽ അതോടൊപ്പം തന്നെ 85 സീറ്റ് വരെ UDF-ന് നൽകുന്നുണ്ട്. BJP ഇത്തവണ അക്കൗണ്ട് തുറക്കും. BJPക്ക് 1 മുതൽ 4 സീറ്റ് വരെയാണ് പല സർവേകളും പ്രവചിക്കുന്നത്. എന്തായാലും VD സതീശൻ പലതവണയായി ആവർത്തിക്കുന്നത് പോലെ തന്നെ കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുമെന്നതിനുള്ള ഒരു വ്യക്തമായ ചിത്രം തന്നെയാണ് ഈ പ്രവചനത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകുന്നില്ല. അവിടെ ഭരണ തുടർച്ചയാണ്. നിലവിൽ 9-ൽ 7 സർവേകളും പ്രവചിക്കുന്ന 2 സർവേകൾ മാത്രമാണ് BJPയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിൽ വരുമെന്ന് വ്യക്തമാക്കുന്നത്. മറ്റൊരു സംസ്ഥാനമായ ബംഗാൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ദേശീയ രാഷ്ട്രീയം തന്നെ ഏറ്റവും അധികം ഉറ്റുനോക്കുന്ന ഒരു സംസ്ഥാനമാണ് ബംഗാൾ. ബംഗാളിൽ മമത വീഴുമോ അതോ വാഴുമോ എന്ന ചോദ്യമുണ്ടായിരുന്നു. ഈ സർവേകൾ സൂചിപ്പിക്കുന്നത് മമതാ ബാനർജിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും, ബംഗാൾ BJP പിടിക്കുമെന്ന് തന്നെയാണ് അവിടെ നിന്നും വരുന്ന സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. നരേന്ദ്രമോദി, അമിത്ഷായും അടക്കമുള്ളവർ ഇപ്പോൾ മാസങ്ങളായി തന്നെ അവിടെ ക്യാമ്പ് ചെയ്തായിരുന്നു പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയത്. അവിടുത്തെ പരമാവധി സ്ത്രീ വോട്ടർമാരുടെ വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിലാക്കാനുള്ള വലിയ ശ്രമം ഉണ്ടായിരുന്നു. ആ ശ്രമം വിജയിച്ചു എന്ന് തന്നെയാണ് ഈ സർവേകൾ സൂചിപ്പിക്കുന്നത്. പല സർവേകളും ഈ BJPക്കാണ് അവിടെ മുൻതൂക്കം പ്രവചിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിനോട് ചേർന്നുള്ള സംസ്ഥാനമായ ആസാം, അവിടെ തുടർച്ചയായി തന്നെ 2 തവണയായി BJP ഭരണത്തിലാണുള്ളത്. ഇത്തവണയും BJP കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച വിജയം കൊയ്യുമെന്ന് തന്നെയാണ് ഈ സർവേകൾ സൂചിപ്പിക്കുന്നത്. മറ്റൊരു സംസ്ഥാനമായ കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും ഭരണ തുടർച്ച തന്നെയാണ് ഇപ്പോൾ ഈ സർവേകൾ പ്രവചിക്കുന്നത്. അവിടെ NDA സർക്കാർ തന്നെ അധികാരത്തിൽ വരും. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഇന്ത്യ മുന്നണിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ നാം ഇതിൽ ചില പ്രധാനപ്പെട്ട സംഭവങ്ങളുണ്ട്. അത് തമിഴ്നാടുമായി ബന്ധപ്പെട്ടാണ്. തമിഴ്നാട്ടിൽ വിജയുടെ പാർട്ടിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നും ഈ സർവേകൾ സൂചിപ്പിക്കുന്നു. എന്തായാലും കേരളവുമായി പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൽ 10 വർഷത്തിന് ശേഷം കോൺഗ്രസ് തിരിച്ചു വരികയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ പല സർവേകൾ, ഒരു സർവേ കോൺഗ്രസിന് അനുകൂലമാണെങ്കിൽ മറ്റൊരു സർവേ BJPക്ക് അനുകൂലം, അങ്ങനെ പലതരത്തിലുള്ള സർവേകളാണെങ്കിൽ കേരളത്തിലേക്ക് എത്തുമ്പോൾ ഈ സർവേകൾ ഒറ്റക്കെട്ടായി തന്നെ ഈ 9 സർവേകൾ അവസാന ഘട്ടത്തിൽ വന്നു. ഈ 9 സർവേകളും പറയുന്നത് കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നാണ്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും അതോടൊപ്പം തന്നെ വടക്കൻ കേരളത്തിലുമെല്ലാം ഒരേ തരത്തിലുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ ആണ് ഉണ്ടായിരിക്കുന്നത്. ഇത് കോൺഗ്രസിന് അനുകൂലമായി മാറി. കേരളത്തിൽ വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നു, അത് കോൺഗ്രസിലേക്ക് പോയി. ചെറിയൊരു രീതിയിൽ തെക്കൻ കേരളത്തിലെല്ലാം അത് BJPക്ക് അനുകൂലമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ 4 സീറ്റുകൾ അവർക്ക് പറയുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലാണ് ഈ 4-ൽ 2 സീറ്റുകളും പറയുന്നത്. ഒന്ന് നേമവും അതോടൊപ്പം തന്നെ കഴക്കൂട്ടത്തും BJP CPM-നെ അട്ടിമറിച്ച് വിജയം നേടുമെന്നും ഈ സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നു. എന്തായാലും ഈ സർവേ ഫലങ്ങൾ ശരിയാണോ സത്യമാണോ എന്നറിയാനായി മെയ് 4 വരെ കാത്തിരിക്കേണ്ട ആവശ്യകതയുണ്ട്. 2024 സർവേ ഫലങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ നരേന്ദ്രമോദി 400 സീറ്റോട് കൂടി തന്നെ അധികാരത്തിൽ വരുമെന്നായിരുന്നു പല സർവേകളും സൂചിപ്പിച്ചത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഫലം മറ്റൊന്നായിരുന്നു. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് 2024 സംഭവിക്കുമോ അതോ ഈ പ്രവചനങ്ങൾ നടത്തിയതെല്ലാം ശരിയായി മാറുമോ എന്ന് നമുക്ക് മെയ് 4 അറിയാം. ശരി, 5 സംസ്ഥാനങ്ങളിലെ എക്സിറ്റ് പോൾ ഫലങ്ങളാണ് പുറത്തു വന്നത്. കേരളത്തിൽ UDF-നാണ് സർവേകളിലടക്കം മുൻതൂക്കമുള്ളത്. അസമിലടക്കം BJP ഭരണം നിലനിർത്തുമ്പോൾ ബംഗാൾ BJP പിടിക്കുമെന്നും സർവേകൾ പറയുന്നുണ്ട്. KJ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.